ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. 51 കലിത തനുലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തമ്പോടു പൂക്കും കുസുമതതിൽ എത്തുന്ന പൂന്തേൻ കുഴമ്പേ. ചെമ്പൊൽ താർബാണഡംബ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി. സമ്പത്തേ കുമ്പിടുന്നേ കഴലിണ വലയാദീശ്വരീ വിശ്വനാഥേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. മൂന്നടി പ്രദേശം കൊണ്ടെന്തിനാകുന്നു തവ ചെന്നു നിന്നുടെ വലം വയ്ക്കുവാൻ കൂടെ പോരാ. മാന്യന്മാർക്കൊരുവരോടർത്തിപ്പാൻ മടിയാകും തോന്നിയതതു തന്നെ നിന്നുടെ മനക്കാമ്പിൽ. ഞാൻ അറിഞ്ഞിതു പരമാർത്ഥമിന്നതിന്നു നിൻ മനസ്സേ ശങ്കിക്കേണ്ട ദീനവത്സലനകം. വാനസ്ഥാനൈകാഗ്രിയാകിയാകിയ നിനക്കു ഞാൻ മേദിനിസ്ഥാനേ വേണ്ടുന്നേടത്തു ചൊല്ലിക്കൊണ്ടാൽ കേവലമൊരു രാജ്യത്തോടു നൽകുവനല്ലോ. പാവനാത്മനാ ഭവാൻ തദ്വിഷയത്തെയെല്ലാം സ്വാധീനമാക്കി കൊണ്ടുവാഴുക തപസ്സു ചെയ്ത്. ആദികളുണ്ടാകേണ്ട ഞാനുടനെ അതു നിത്യം ദാനവനേവം പറഞ്ഞിടിനോരളവിങ്കൽ. സാനന്ദം മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു നാഥൻ ത്രൈലോക്യാധിപനായ നിന്നുടെ സൗജന്യവാക്കാൽ. വാക്കാലംബിച്ചേവം തന്നെ വേണമെന്നതൊന്നൂനം ഞാൻ അതിനതീബാലൻ ഭുക്തിശക്തിയുമില്ല ദീനനേത്രയും തവശീലനത്യാനന്ദാത്മാവാനികൾ അഖിലാർത്ഥകാമികൾ മഹേന്ദ്രന്മാർ മാനവേന്ദ്രന്മാരവരോടിടതൂർന്നല്ലോ. രാജ്യങ്ങൾ വന്നു ന്യായമതു രക്ഷിപ്പാനുള്ള യോഗ്യനല്ലതുകൊണ്ടു രാജ്യമാഗ്രഹമില്ല. ദേശങ്ങൾ പുരങ്ങളും ആലയങ്ങളും വേണ്ട. ദേശങ്ങൾ പുരങ്ങളും ആലയങ്ങളും വേണ്ട. കോശധാന്യാർത്ഥങ്ങളും ആശയില്ല എനിക്കെടോ. കാനനെ തപം ചെയ്തു വാഴുവാനായി ചെല്ലുന്നേടം പാനീയം ധരിക്കൊരു മൂവടി പ്രദേശമേ നീ എനിക്കതുകൊണ്ടു മതിയെന്നുറപ്പിച്ചും. മായാവാമനൻ വചോരീതികൾ കേൾക്കായപ്പോൾ ദാനവപ്രവരനും ചൊല്ലിനാനതേ ഭവമാനസേ കൊതിയുള്ളു കേവലമെന്നാകിലോ. ഞാൻ അതും തരാമതുപോരാ എന്ന് എത്രേ മമ മാനസാഗതിയതു മതിയെന്നിരിക്കിലോ. നീർത്തരാം ശൃംഗാരകമിങ്ങെടുക്കെന്നു ചൊല്ലും ബോധം ഭാർഗവൻ വേറെ വിളിച്ച് ചൊല്ലിടിനാൻ. നീയതെന്തിനു തുടങ്ങിയിടുന്നു ശുദ്ധാത്മന മായാവൈഭവം പരമാർത്ഥമെന്നോർത്തിയിടോലോ. മായാമാനുഷനിവൻ വാമനൻ വടുവല്ല
മായാവേഷത്തെ പരിഗ്രഹിച്ചുള്ളവനത്രേ കായാവിൻ മലർനിരയോടെതിർപ്പേശും മൃദുകായ സൗവകത്വവും മായാജാനുബാഹുക്കളും സാരസാദലായതലോചന പാങ്കങ്ങളും സ്മരേ സുന്ദര ലളിതാനന വിലാസവും ഗ്രീവാശോഭയും മലർമാനിനി വിലാസവും ഈ വണ്ണം കാൺമാനുണ്ടോ കേവലം മറ്റാർക്കാനും മാധവനിവൻ പടുരൂപിയായി വന്നാനെന്നും ബോധമുറ്റുണർന്നറിഞ്ഞിടണം ഭവാനിപ്പോൾ. ഞാനിതിനൊരു രഹസ്യോക്തിയും നടേ തന്നെ ദാനവപ്രഭോ കേട്ടിട്ടുണ്ടതു കേൾക്കേണം നീ. താനഹോ ദേവേന്ദ്രനെ വെന്നിക ജഗത്രയം സാനന്ദം നിനക്കടക്കീടിന കാലത്തിങ്കൽ കശ്യപഗ്രഹത്തിങ്കൽ അതിഥീതനയനായി കാശ്യപീവരൻ വടുവാമന വേഷത്താലേ ജാതനായി ജഗത്രയം നിന്നോടു വാങ്ങി പുരുഹൂതനു കൊടുപ്പാനുണ്ടാരംഭിച്ചിരിക്കുന്നു. കേവലമേവം ജനശ്രുതികളും അതും ഇതും ദേവാരെ പുനരൊന്നായി ചേർന്നു വന്നിരിക്കുന്നു. നീ ഇവയെല്ലാം വിചാരിച്ചുകൊണ്ടിവിടെ ഇക്കാര്യം ആവോളം വിചാരിച്ചു ചെയ്യണം പ്രഭോ. മൂവടിക്കവനീനി നീർ കൊടുത്തിടുന്നാകിൽ മൂവടി ജഗത്രയമടക്കിയളന്നുപോം. ചേതസി ഭവാൻ അറിഞ്ഞില്ലെങ്കിൽ ചൊല്ലിത്തരാം നീ തെളിഞ്ഞ് അറിഞ്ഞുടൻ ഉണർന്നെന്നുടേ നിയോഗത്താല്. വാമനൻ തന്നോടടുത്തങ്ങനെ ഒരു ദിനം താമസമൊഴിഞ്ഞു വന്നിടുവാൻ പറഞ്ഞുടൻ. പോയാലും ഇപ്പോഴെന്നങ്ങ് ആദരിച്ചയച്ചാലും നീ യഥാമതം കൊടുത്ത് ആനന്ദസമന്വിതം. ന്യായമായി പറഞ്ഞത് അപ്പേരുമേ തരാമെന്നു മായമെന്നിയേ ചൊന്നതെങ്ങനെ മറച്ചിനി ഞാൻ അവനോട് പറഞ്ഞിടുന്നതെന്നല്ലല്ലേ. മനസ്സേ വിചാരമൊന്നായതു ഭവാനിപ്പോൾ. കേളതും പോരും പിഴയല്ല തങ്ങളിൽ ചേർന്നു കേളികൾ ചൊല്ലുമ്പോഴും നാരികളോടു പിന്നെ വേളിയെ സന്ധിപ്പിപ്പാനായിക്കൊണ്ടു ചെല്ലുമ്പോഴും വീളാതെ വണ്ണം ധനമൊക്കവേ പോകുമ്പോഴും ജീവനം തന്നെ പോയിപ്പോമെന്നു തോന്നിയിടുമ്പോഴും ആവതുണ്ട സത്യമെന്നുള്ളതു കേട്ടിട്ടില്ലേ താവകം മനക്കാമ്പിലെന്നതു നിരൂപിച്ചു ഈ വണ്ണം. തൃഷ്ണീഭാവം തേടായ എന്നെല്ലാം ശുക്രൻ ചൊന്ന വാക്കുകളൊന്നും ആദരിച്ചിടാതേതാന് തന്നിലെ നിരൂപിച്ച സത്യസങ്കൽപ്പത്താലെ എന്നെയും ജഗത്രയം തന്നെയും ഭവാനെയും തന്നെയും ഉടയതായി നിന്നിടും ജഗൽ സ്വാമി തന്നുടെ തിരുവുള്ളം എങ്ങനെയെന്നാലതേ വന്നിടും വരുത്താവതൊന്നില്ല നമ്മളാലേതും നിർണയമെന്നീ വണ്ണം മുറച്ചു വടുരൂപി കർണസേ കൊടുപ്പാൻ ആരംഭിച്ച സുരേന്ദ്രൻ.
നിന്നുറച്ചതു കണ്ടു ശുക്രനും ശാപം ചെയ്ത